നമസ്കാരം. കിച്ചൂസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നാടൻ രീതിയിൽ ബീഫ് വരട്ടിയതാണ്. മാത്രമല്ല ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ചേട്ടൻ നല്ലൊരു കുക്കാണ്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ ഈ ബീഫ് വരട്ടിയത് ചേട്ടൻ്റെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് മസാലകൾ പുരട്ടി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ച് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് മാറ്റി വെക്കണം. എന്നെങ്കിലേ അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ബീഫ് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 8 to 9 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിലിൻ്റെ കണക്ക് കുക്കറിനനുസരിച്ച് മാറും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പം മസാല തയ്യാറാക്കാൻ വേണ്ടി 12 മുതൽ 15 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി 2 മീഡിയം തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. സവാള അല്പം വലിയ സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ടെങ്കിൽ മാത്രമേ ബീഫ് വരട്ടിയതിനൊരു പ്രത്യേക ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകളും ഞാനൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുന്ന നേരത്ത് പറഞ്ഞു തരാം എത്ര ചേർക്കേണ്ടത്. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ട് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സാധാരണ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കടുക് വറുത്തധികം കണ്ടിട്ടില്ല. പക്ഷേ കടുക് വറുത്ത് ഇതേ രീതിയിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയോ, നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുപാട് മൊരിഞ്ഞു പോകുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ രീതിയിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച ശേഷം ആദ്യമേ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് നിറമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അതുപോലെ തന്നെ പെരുംജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അല്പം അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗരം മസാലയിൽ പെരുംജീരകം ചേർത്ത് പൊടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിനോടൊപ്പം അതിൻ്റെ ചാറും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഈ ചാറൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ബാക്കിയുള്ള ചാറൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി ബീഫ് വരട്ടിയെടുക്കണം. അവസാനമായി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നന്നായിട്ട് എരിവ് കഴിക്കുന്നവരാണെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബീഫ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വരട്ടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രുചികരമായ ബീഫ് വരട്ടിയത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇതിനെ ഞാനൊന്ന് ഭംഗിയാക്കുവാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.